നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ലാഡർ പ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യാനുള്ളത് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് എക്സാമ്പിളായിട്ട് നമ്മൾ ലോജിക്കൽ ഗേറ്റ്സിൻ്റെ എക്സാമ്പിൾസൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരു ലോജിക്കൽ എക്സാമ്പിളുകൾ അല്ലെങ്കിൽ ലോജിക്കൽ ഗേറ്റ്സിനെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെയോ എങ്ങനെയാണ് ലാഡർ പ്രോഗ്രാമിംഗ് വഴി ചെയ്യുന്നത് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്കൊരു അഡ്രസ്സിങ് കൊടുക്കാം, എങ്ങനെ നമുക്ക് വരയാം എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രൂത്ത് ടേബിൾ തന്നാലോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് തന്നാലോ അതെങ്ങനെയാണ് ലാഡർ പ്രോഗ്രാമിംഗ് വഴി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ലോജിക് ഗേറ്റ്സ് നോക്കാം. ലോജിക് ഗേറ്റ്സ് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണെങ്കിൽ കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെയും അതായത് ആൻഡ് അതുപോലെ ഓർ ഗേറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓർ ഗേറ്റുകൾ. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആൻഡിൻ്റെ 0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്, 0 1 ആണെങ്കിലും 1 0 ആണെങ്കിലും ഔട്ട്പുട്ട് 0 ആണ്, 1 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. അതുപോലെ തന്നെ ABC എന്ന് പറയുമ്പോൾ 0 0 ആണെങ്കിൽ 0 ആണ്, ബാക്കി 0 1 ആണെങ്കിലും 1 0 ആണെങ്കിലും 1 1 ആണെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ ABC എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് പിന്നെ എക്സാമ്പിൾ പോലെ കാണിച്ചിട്ടുള്ളൂ. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് ആൻഡ് ഗേറ്റാണ്. ആൻഡ് ഗേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അതുപോലെ ഓർ ഗേറ്റാണ്. ഓർ ഗേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തത് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം I0 0 എന്നും രണ്ടാമത്തേന് I01 എന്നും അഡ്രസ്സ് കൊടുക്കാം അല്ലേ. അതുപോലെ തന്നെ O00 എന്ന് കൊടുക്കാം. ഇവിടെയും അതേമാതിരി I00 എന്ന് കൊടുക്കാം, I01 എന്ന് കൊടുക്കാം, O00 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് 1 എന്ന് പറയുന്ന ഇത് എന്ന് പറയുന്നത് I00 ആണ്, 1 എന്ന് പറയുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത് I00 ആണ്, B എന്ന് പറയുന്നത് I01 ആണ്. അപ്പോൾ ഒന്നാമത്തത് 1 ആയിക്കഴിഞ്ഞാൽ ഇതെന്താവും ക്ലോസ് ആവും. അപ്പോൾ ക്ലോസ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 0 0 ആണെങ്കിൽ എന്താണ് 0 ആണ്. ഇനിയിപ്പോൾ 0 1 ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തത് 0 രണ്ടാമത്തെ 1, അപ്പോൾ ഇവിടെ ക്ലോസ് ആവുകയാണ്. ക്ലോസ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഈ റെയിലിൽ നിന്നും റങ്ക് വഴി ഇവിടെ എത്തി എന്താണ് ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആവും. ഒന്നാമത് I00 എന്ന് പറയുന്നത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ഇവിടെ നടക്കില്ല. ഏത് O00 ഒരിക്കലും 1 ആവില്ല, 0 ആയിരിക്കും. കാരണം ഈ എനർജി ഫ്ലോ എന്ത് ചെയ്യില്ല, ലെഫ്റ്റ് സൈഡിലെ റെയിലിൽ നിന്ന് റൈറ്റ് സൈഡിൽ റെയിലിലേക്ക് എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. അതുപോലെ തന്നെ 1 0 ആണെങ്കിലും സെയിം തന്നെ ആയിരിക്കും. അതായത് ഒന്നാമത്തെ I100 ക്ലോസ് ആയിരിക്കും, I01 എന്തായിരിക്കും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ 0 0 വഴി എനർജി ലൈന് മൂവ് ചെയ്താലും രണ്ടാമത്തേൽ വന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ഓപ്പൺ ആയതുകൊണ്ട് അവിടെ നിൽക്കും. ഇനി നമുക്ക് 1 ആവുക എന്നുള്ള ഔട്ട്പുട്ട് 1 ആവുക എന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടും ക്ലോസ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും 1 ഇവിടെയും 1 ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇവിടെ 1 ആവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തത് ഓർ ഗേറ്റ് ആണ്. രണ്ടും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കറണ്ട് ഫ്ലോ ഇതിലൂടെ ഒന്നാമത്തെ റെങ്കിലൂടെ വന്നിട്ട് ഓപ്പൺ ആവും. അത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അടിയിലൂടെ വന്നിട്ട് എന്ത് ചെയ്യും ഓപ്പൺ ആവും. രണ്ടും ഓപ്പൺ ആണ്. 0 0 ആണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ടും 0 ആയിരിക്കും. പക്ഷേ ഇൻ കേസ് ഒന്നുകിൽ I10 ആണെങ്കിൽ കറണ്ട് ഫ്ലോ ഇതിലൂടെ എങ്ങനെ നടക്കും. അതുപോലെ I200 ആണെങ്കിൽ കറണ്ട് ഫ്ലോ ഇതിലേ നടക്കും. ഈ രണ്ടും ക്ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യും, രണ്ടിലൂടെയും കറണ്ട് ഫ്ലോ നടക്കും അല്ലെങ്കിൽ എനർജി ഫ്ലോ നടക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിലൂടെ എനർജി ഫ്ലോ നടന്നാലും ഇതിലൂടെ എനർജി ഫ്ലോ നടന്നാലും രണ്ടിലൂടെ എനർജി ഫ്ലോ നടന്നാലും 0 1 ആണെങ്കിലും 1 0 ആണെങ്കിലും 1 1 ആണെങ്കിലും നമുക്ക് എന്ത് കിട്ടും ഔട്ട്പുട്ട് 1 1 1 എന്ന് കിട്ടും. ഓക്കെ,
ഇതാണ് എന്ത് ആൻഡ് ഓർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് രണ്ടെണ്ണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നാൻഡ് നോറാണ്. അപ്പം നാൻഡ് നോർ എന്ന് പറയുന്നത് ഇതേ നമുക്ക് ആൻഡിൽ സീരീസാണ് യൂസ് ചെയ്തതെന്നാൽ നോറിൽ പാരലലാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ആൻഡിൽ സീരീസ് ആണെങ്കിൽ നാൻഡിൽ പാരലലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നാൻഡിൽ ശരിക്കും ഒറിജിനൽ നമ്മൾ നോർമലി ഓപ്പൺ തന്നെ എന്ത് ചെയ്യാണ്, പാരലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, നേരെ ഓപ്പോസിറ്റ് ആവുകയല്ലേ ചെയ്യുക, അതായത് ഓറാവുക ചെയ്യുക അല്ലേ, ആൻഡിന് പകരം ഓറാവുക. അപ്പോൾ നമ്മൾ നോർമലി ക്ലോസ്ഡ് സ്വിച്ച് എന്താണ് നാൻഡിൽ പാരലായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, നാൻഡിൽ നമ്മൾ പാരലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മളിങ്ങനെ നോർമലി ക്ലോസ്ഡ് എന്ത് ചെയ്തു, പാരലായിട്ട് യൂസ് ചെയ്തു. ഓക്കെ, ഓപ്പൺ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, രണ്ട് സീരീസ്, അതായത് നോറിന് വേണ്ടിയിട്ട് രണ്ട് സീരീസ് നോർമലി ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻഡിൻ്റെത് 0 അതായത് നമുക്ക് എന്താണ് 0 ആകുമ്പോൾ 1 ആവണം, 0 1 ആകുമ്പോഴും 1 ആവണം, 0 1 0 ആകുമ്പോഴും 1 ആവണം, 1 1 ആകുമ്പോൾ 0 ആവണം. അതല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമ്മൾ അഡ്രസ്സിങ് ഒക്കെ I100 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇത് 0 ആണ്. ഒന്നാമത്തേത് 1 2 3 കൊടുക്കുകയാണെങ്കിൽ അഡ്രസ്സിങ് നമുക്ക് നേരത്തെ പോലെ തന്നെ കൊടുക്കാം. 1 0 ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ഇതിലൂടെ നടക്കും അല്ലേ. രണ്ടും 0 ആവുകയാണെങ്കിൽ രണ്ടും കൂടി കറണ്ട് ഫ്ലോ നടക്കും. ഇതിൽ 1 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ മാറുക എന്നാണ്. അതായത് 1 1 ആവുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ ആവും, ഇവിടെ ഓപ്പൺ ആയാൽ കറണ്ട് ഫ്ലോ ഇതിൽ നടക്കും. 2 1 ആയാൽ 2 ഓപ്പൺ ആവും, അപ്പോൾ കറണ്ട് ഫ്ലോ ഇതിൽ നടക്കും. രണ്ടും ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, രണ്ടും എന്താ 1 ആയിട്ടുണ്ടെങ്കിൽ രണ്ടും ഓപ്പൺ ആവും, രണ്ടും ഓപ്പൺ ആയാൽ കറണ്ട് ഫ്ലോ നടക്കില്ല. അതാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടീഷൻ. ഇനി ഇവിടെയാണെങ്കിലോ നമുക്ക് വേണ്ടത് എങ്ങനെയാണ്, ബാക്കിയുള്ളിടത്തൊക്കെ 1 ആയിരുന്നു, അതായത് 0 0 ആയാൽ 1 ആവണം. ബാക്കിയുള്ളിടത്തൊക്കെ 0 1 0 1 0 0 0 ഉള്ളിടത്തൊക്കെ എന്താവണം, 0 ആവണം. അതായത് എന്താ സംഭവിക്കുക, രണ്ടും 0 ആണെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കുകയുള്ളൂ അല്ലേ. ഇനി ഇതിലേതെങ്കിലും ഒന്ന് 1 ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അത് ഓപ്പൺ ആവും. ഇത് 1 ആയാൽ അത് ഓപ്പൺ ആവും, ഇത് 1 ആയാൽ ഇത് ഓപ്പൺ ആവും, രണ്ടും 1 ആയാൽ രണ്ടും ഓപ്പൺ ആവും. അപ്പോൾ ഒന്നും എന്ത് ചെയ്യില്ല, ഔട്ട്പുട്ടിലേക്ക് കറണ്ട് ഫ്ലോ നടക്കൂല. അതാണ് എന്തെന്ന് പറയുന്നത് നാൻഡും നോറും ഗേറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, എക്സ് ഓർ ഗേറ്റ് ആണ്. എക്സ് ഓർ ഗേറ്റിൻ്റെ എന്ന് പറയുന്നത് എന്താണ്, 0 0 ആയാലും 1 1 ആയാലും 0 ആവണം, 1 0 ആയാലും 0 1 ആയാലും എന്താവണം, 1 ആവണം അല്ലേ. ഇതാണ് എന്ത് പറയുന്നത് എക്സോറിൻ്റെ. അപ്പോൾ നമുക്ക് എക്സോറിൻ്റെ വരയ്ക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഒരു ഓപ്പണ് ഒരു ക്ലോസ്, ഒരു ഓപ്പണ് ഒരു ക്ലോസ്, എന്നിട്ട് എന്ത് ചെയ്യാണ് അങ്ങനെ. ഇതിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് 1 കൊടുക്കുകയാണെങ്കിൽ ഇതിനും 1 കൊടുക്കണം, ഇതിന് 2 കൊടുക്കുകയാണെങ്കിൽ ഇതിനും 2 കൊടുക്കണം. ഇവിടെ ഔട്ട്പുട്ടിന് 3 എന്ന് കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതും 0 ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് ഓപ്പൺ ആയിരിക്കും, ഇതിനും ഒരേ കണ്ടീഷനായിരിക്കും. അതായത് ഒരേ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 0 0 ആവുകയാണെങ്കിൽ 1 0 ആണ്, അപ്പോൾ ഇവിടെ ക്ലോസ് ആണ്, അപ്പോൾ ഇതിലൂടെ കണ്ടീഷൻ നടക്കും. 2ഉം 0 ആണ്, അപ്പോൾ ഇവിടെ എന്താണ് 2 0 ആണ്, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കും, ഈ പോയിന്റിൽ വന്ന് നിൽക്കും. ഇനി അല്ല 1 0 ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതിലൂടെ കറണ്ട് കണ്ടീഷൻ നടക്കില്ല, അപ്പോൾ ഒരിക്കലും ഇത് കിട്ടില്ല. ഇനി 0 0 ആണെങ്കിലോ 1 1 ആണെങ്കിലോ, 1 ആണെങ്കിൽ ഇതിലൂടെ വന്ന് 1 ഇത് ഓപ്പൺ ആവും, അപ്പോൾ ഇവിടെ എന്താവും, ഓപ്പൺ ആവും, ഇവിടെ എന്താവും, ക്ലോസ് ആവും. അപ്പോഴും എന്ത് ചെയ്യില്ല, കറണ്ട് കണ്ടക്ഷൻ നടക്കില്ല. ഇനി 0 1 ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ 0 1 0യും 2 1ഉം ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് ക്ലോസ് ഇത് ഓപ്പണ്, ഇത് ക്ലോസ് ഇത് ഓപ്പൺ, അപ്പോൾ കറണ്ട് ഡയറക്ഷൻ എന്ത് വഴി, ഇതുവഴി ഇങ്ങോട്ട് ഇതിലേക്ക് വരും. ഇനി 0 1 ഉള്ളത് 1 0 ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് ക്ലോസ് ആവും, ഇതെന്താവും, നോർമലി ക്ലോസ് ആയതുകൊണ്ട് അതും ക്ലോസ് ആവും, അപ്പോൾ കറണ്ട് ഡയറക്ഷൻ ഇതുവഴി നടക്കും, ഇതുവഴി നടക്കും.
ഉണ്ടാവും. അതാണ് എന്ത് എന്ന് പറയുന്നത്, വ്യത്യാസം എന്ന് പറയുന്നത്. 0യും 1ഉം ആവുകയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അതായത് 0 ആവുക എന്ന് പറഞ്ഞാൽ ഇതും അതിൻ്റെ ഇപ്പോഴുള്ള നിലവിലുള്ള പൊസിഷനിൽ നിൽക്കും. 0 ആവുക എന്ന് പറഞ്ഞാൽ ഇതും നിലവിലുള്ള പൊസിഷനിൽ നിൽക്കും, ഇതും നിലവിലുള്ള പൊസിഷൻ. 1 ആവുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പൊസിഷനിൽ നിന്ന് മാറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോർമലി ക്ലോസ് ആവുക ആണ് നമ്മളെ സ്വിച്ച് എങ്കിൽ എന്ത് ചെയ്യും, അത് നോർമലി ക്ലോസ്ഡ് ആവും. നോർമലി ക്ലോസ്ഡ് ആണ് നമ്മളെ സ്വിച്ച് ഉണ്ടെങ്കിൽ അതെന്താവും, 1 ആവുക എന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പൺ ആവും എന്നാണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ അല്ലെങ്കിൽ ലോജിക് ഗേറ്റുകളുടെ ഫങ്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, DOL സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് നോക്കാം. DOL സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. DOL സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, A എന്ന് പറയുന്നത് ഇൻപുട്ടാണ്, B എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ ഒന്നും കൂടി ഒരു സിസ്റ്റം കൂടി നമുക്ക് കൊടുക്കാം. ഇതിലിപ്പോൾ ശരിക്ക് സ്റ്റാർട്ടും സ്റ്റോപ്പും മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നോർമൽ ഓവർലോഡ് കൊടുത്തിട്ടില്ല. ഓവർലോഡും കൂടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് സ്റ്റാർട്ടാണ്. ഇൻപുട്ട് 1 A എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർട്ടാണ്, സ്റ്റാർട്ട്. B എന്ന് പറയുന്നത് സ്റ്റോപ്പാണ്. ഓക്കെ, അതിലിപ്പോൾ നമ്മൾ മൂന്നാമത്തെ കൊടുത്തത് ഇതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, C എന്ന് കൊടുക്കാം. C എന്ന് പറയുന്നത് ഓവർലോഡാണ്. ഓക്കെ, Y എന്ന് പറയുന്നത് എന്താണ്, മോട്ടോറാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. ഇത് ക്ലോസ് ആകുമ്പോൾ കറണ്ട് ഡയറക്ഷൻ ഇതുവഴി വരും. ഇത് നോർമലി ക്ലോസ്ഡ് ആണ്, ഇതിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യും, കറണ്ട് ഡയറക്ഷൻ കടന്നു പോകും. അടുത്തത് ഇതും നോർമലി ക്ലോസ്ഡ് ആണ്, ഇതിലൂടെ എന്ത് ചെയ്യും, കടന്നു പോകും. Y എന്താവും, എനർജൈസ് ആവും. Y എനർജൈസ് ആയി കഴിഞ്ഞാൽ ആ സമയം Y തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഓക്സിലറി കോണ്ടാക്റ്റിന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ Y നോർമലി ഓപ്പൺ എന്ന് പറയുന്നത് ഓക്സിലറി കോണ്ടാക്റ്റ് ആണ്. ഇത് എനർജൈസ് ആവുമ്പോൾ അറ്റ് എ ടൈം ഇതും എന്താവും, എനർജൈസ് ആവും. പിന്നെ നമ്മൾ ഈ ഇൻപുട്ട് ഇതിന്ന് വേരി ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് മാറ്റിയാലും എന്ത് ചെയ്യും, കറണ്ട് ഡയറക്ഷൻ ഇതുവഴി ഇങ്ങനെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കും അല്ലേ. ഇത് പുഷ് ബട്ടൺ ആയിരിക്കും, സ്റ്റാർട്ട് എന്ന് പറയുന്നത് പുഷ് ബട്ടൺ അല്ലേ. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, DOL സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ്. DOL സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് അങ്ങനെയല്ലേ, നമ്മളൊരു ഓക്സിലറി സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കൈ എടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഒരു ഓക്സിലറി കോണ്ടാക്റ്റ് വഴി എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. അതാണ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റോപ്പ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പുഷ് ബട്ടൺ സ്റ്റോപ്പ് ബട്ടൺ അടിച്ചാൽ ഇത് നോർമലി ക്ലോസിന് പകരം എന്താവും, നോർമലി ഓപ്പൺ ആവും. ഇവിടെ നിന്നുള്ള കറണ്ട് ഡയറക്ഷൻ എന്ത് ചെയ്യും, ഇവിടെ വെച്ച് കട്ടാവും. ഓവർലോഡ് വന്നാലും എന്താ സംഭവിക്കുക, ഓവർലോഡ് വന്നാൽ ഇത് എനർജൈസ് ആവും, ഇത് 1 ആവും. ഇത് 1 ആയി കഴിഞ്ഞാൽ അത് നോർമലി ഓപ്പണിൽ നിന്ന് ഇതെന്താ നോർമലി ക്ലോസിൽ നിന്ന് എന്താവും, നോർമലി ഓപ്പൺ ആയിട്ട് മാറും. നോർമലി ഓപ്പൺ ആയിട്ട് മാറുമ്പോൾ കറണ്ട് ഇവിടെ വെച്ചിട്ട് എന്താവും, കട്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, DOL സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അത് OLRC വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇനി OLRC ഇല്ലെങ്കിലും സ്റ്റാർട്ടും സ്റ്റോപ്പും ബട്ടണും മാത്രമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്, ഒരു DOL സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതിന് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ I00 എന്ന് കൊടുത്താൽ, ഇതിന് I00 എന്ന് കൊടുത്താൽ ഇതിനെന്ത് കൊടുക്കും, നമ്മൾ I01 എന്ന് കൊടുക്കും. ഇതിന് O00 എന്ന് കൊടുത്താൽ ഇവിടെയും എന്ത് കൊടുക്കണം, O00 എന്ന് തന്നെ കൊടുക്കണം. എന്നാലേ എന്താവുള്ളൂ, ഇത് എനർജൈസ് ആയി കറക്റ്റ് ടൈമിൽ ഏതും എനർജൈസ് ആവുള്ളൂ, ഇതും എനർജൈസ് ആവുള്ളൂ. മനസ്സിലായോ? ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ ലാഡർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പറയുന്നത്, DOL സ്റ്റാർട്ടറുകളുടെയും ഒക്കെ വർക്കിങ്ങുകൾ നമുക്ക് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ്, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പലതരം എന്ത് വേണമെങ്കിലും നമ്മളിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ എക്സോർ ഗേറ്റിൻ്റെ വർക്കിംഗ് തന്നെയാണ് എന്തായിട്ട് വരുന്നത്, നമ്മുടെ പിന്നെ സ്റ്റെയർ കേസ് വയറിങ് എന്ന് പറയുന്നത് എന്താണ്, എക്സോർ ഗേറ്റിൻ്റെ വർക്കിംഗ് തന്നെ അല്ലേ. അതായത് 00 വന്നാൽ ബൾബ് ഓഫ് ആവും. അതായത് രണ്ടും ഓഫ് ആണെങ്കിലും രണ്ട് സ്വിച്ചും ഓൺ ആണെങ്കിലും രണ്ട് സ്വിച്ചും ഓഫ് ആണെങ്കിലും ബൾബ് എന്തായിരിക്കും, ഓഫായിരിക്കും. രണ്ട് സ്വിച്ചും ഓഫ് ഒന്ന് ഓഫും ഒന്ന് ഓണും ആണെങ്കിൽ എന്തായിരിക്കും, ബൾബ് ഓൺ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ എക്സോർ ഗേറ്റിൻ്റെ വർക്കിംഗ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളോട് സ്റ്റെയർ കേസ് വയറിംഗ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഏത് തന്നെയാണ് വരയ്ക്കേണ്ടത്, എക്സോർ ഗേറ്റ് തന്നെയാണ് വരയ്ക്കേണ്ടത്.
അപ്പോൾ അതുപോലെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളോട് ഔട്ട്പുട്ട് ഓൺ ഓഫ് എന്നുള്ള കണ്ടീഷനിൽ ചോദിക്കും, അല്ലെങ്കിൽ യെസ് നോ എന്നുള്ള കണ്ടീഷനിൽ ചോദിക്കും. അതായത് ഔട്ട്പുട്ട് എപ്പോഴാണോ 1 ആവുന്നത് അതിനെയാണ് നമ്മൾ യെസ് അല്ലെങ്കിൽ ഓണ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ ഔട്ട്പുട്ട് എപ്പോഴാണ് ഓൺ ആവുന്നത്, അതായത് സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ അമർത്തി കഴിഞ്ഞാലാണ് ഔട്ട്പുട്ട് എന്താവുന്നത്, ഓൺ ആവുന്നത് അല്ലെങ്കിൽ യെസ് ആവുന്നത്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ സ്വിച്ച് നിങ്ങൾക്ക് അതായത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഈ രണ്ടാമത്തെ സ്വിച്ച് ഓണ് എന്ന് പറയുന്നത് ഇത് ക്ലോസ് ആണെങ്കിൽ അത് ഓൺ അല്ല, മനസ്സിലായോ? ഇത് 1 ആയി കഴിഞ്ഞ് അത് എപ്പോഴാണോ ഓപ്പൺ ആവുന്നത് അപ്പോഴാണ് ഇത് 1. പക്ഷെ നേരെ മറിച്ച് ഈ ഒന്നാമത്തെ എ എന്ന് പറയുന്ന ഇൻപുട്ട് എപ്പോഴാണോ ക്ലോസ് ആവുന്നത് അപ്പോഴാണ് ഇത് 1. ഈ നിലവിലുള്ള കണ്ടീഷനിൽ ഇത് 0 ആണ് അല്ലെങ്കിൽ നോ ആണ്, മനസ്സിലായോ? അതുപോലെ നിലവിലുള്ള കണ്ടീഷനിൽ ഇതെന്താണ്, നോ ആണ്. ഇത് നോർമലി ഓപ്പണും ഇത് നോർമലി ക്ലോസും ആയതുകൊണ്ട് ഇത് നോ ആണെങ്കിൽ ഇത് യെസ് ആവുന്നില്ല, മനസ്സിലായോ? ഇത് നോ ആണ് അല്ലെങ്കിൽ 0 ആണ് അല്ലെങ്കിൽ ഫാൾസ് ആണ്. ഇത് രണ്ടും ഫാൾസ് ആണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഇപ്പോഴുള്ള കണ്ടീഷൻ മാറി എന്താവുന്നു, ഇതാവുന്നു. അപ്പോൾ ഇതെന്തായി, ഇത് 0 നോ അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ, ഫാൾസ് അല്ലെങ്കിൽ 0 ആണെങ്കിൽ ഇതെന്താണ്, യെസ് ട്രൂ അല്ലെങ്കിൽ എന്താണ് 1 ആണ്. ഇതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ. ഇത് നോ ഫാൾസ് 0 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എന്താണ്, യെസ് അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ 1 ആയി മാറും, മനസ്സിലായോ? അതായത് നിലവിൽ എന്താണോ നമ്മൾ ഇൻപുട്ട് കാണുന്നത് അതിന് ഓപ്പോസിറ്റ് ആവുമ്പോൾ മാത്രമേ അത് എനർജൈസ് ആവുക അല്ലെങ്കിൽ 1 ആവുക യെസ് ആവുക എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കണം. കാരണം നോർമലി ക്ലോസ്ഡ് ആണ് എന്ന് വിചാരിച്ചിട്ട് എന്തായിക്കൊള്ളണം എന്നില്ല, നമ്മൾ യെസ് എന്ന് പറയൂല അതിനെ. നമ്മളിപ്പോൾ ഒരു സർക്യൂട്ട് പറയുമ്പോൾ, നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് പറയുമ്പോൾ ക്ലോസ് ആണെങ്കിൽ അതിനെന്താണ് നമ്മൾ യെസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. പക്ഷേ PLC ലാഡർ പ്രോഗ്രാമിങ്ങിൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ നിലവിലുള്ള കണ്ടീഷൻ ഏതാണ് അത് നോ. നമ്മൾ സിഗ്നൽ കൊടുത്തിട്ട് ആ കണ്ടീഷൻ മാറിയാൽ അതാണ് എന്ത്, യെസ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ട്രാഫിക് ലൈറ്റിൻ്റെ സിഗ്നൽസും അതുപോലെ തന്നെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ വർക്കിങ്ങും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മളോട് മെയിൻ പ്രോഗ്രാമിങ്ങുകളായിട്ട് ചോദിക്കാനുള്ളത്. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് കൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയായിരിക്കും നന്നാവുക. ഓക്കെ, കാരണം എന്താ വെച്ചാൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റ് എന്ന് പറയുന്നതും നമുക്ക് ടൈമറുകളൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. ആ ടൈമറുകളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതെന്താണ്, നമുക്ക് ഒന്നുകൂടി സിമ്പിളായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.